നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രയാസങ്ങൾക്കിടയിലും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ മടി കാണിക്കാത്തവരാണ് പ്രവാസികളെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം പറഞ്ഞു. പട്ടാമ്പിയിൽ ദുബായ് KMCCയുടെ റിലീഫ് വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടാമ്പി CH സൗധത്തിൽ വെച്ചാണ് ദുബായ് KMCC പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ റിലീഫ് വിതരണം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം വിതരണോദ്ഘാടനം നിർവഹിച്ചു. തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനമാണ് KMCCയുടേതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CA കരീം സൂചിപ്പിച്ചു. പണ്ട് കാലങ്ങളിൽ നടന്നിരുന്ന റിലീഫ് പ്രവർത്തനങ്ങളുടെ സ്വഭാവം മാറി ഇന്ന് ഭാരിച്ച ചെലവുകൾ വരുന്ന ചികിത്സാ സഹായങ്ങളും അതോടൊപ്പം തന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള സഹായങ്ങളെല്ലാം തന്നെ ഭാരിച്ച ചെലവുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ KMCCയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ പ്രദേശത്ത് നമ്മളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട ആളുകളെ സഹായം അർഹിക്കുന്നവർക്ക് തങ്ങൾക്ക് ലഭിക്കുന്ന വേതനങ്ങളിൽ നിന്ന് ഒരു പങ്കും അതോടൊപ്പം നമ്മൾ ശ്രമപരമായി ജീവകാരുണ്യ പ്രവർത്തനത്തിന് സഹായിക്കാൻ തയ്യാറുള്ള വ്യക്തിത്വങ്ങളെ കണ്ട് അതിൽ നിന്ന് സമാഹരിക്കുന്ന തുകയോടെ ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ പ്രദേശത്തേക്ക് അത് എത്തിച്ചു. പട്ടാമ്പി നിയോജകമണ്ഡലം KMCC എല്ലാ വർഷവും ഇതുപോലെ ഒരുമിച്ചുകൂടി അവരുടെ പരമാവധി സഹായങ്ങൾ ഇവിടെ ഓരോ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും എത്തിച്ചു കൊടുക്കുകയും അതിന് മുമ്പിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകൾക്കനുസരിച്ച് അത് വിതരണം ചെയ്യുകയും ചെയ്യുക. ദുബായ് KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് V മുഹമ്മദ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അംഗം MA സമദ്, ജില്ലാ ഭാരവാഹികളായ PT മുഹമ്മദ്, VM മുഹമ്മദ് അലി, മണ്ഡലം പ്രസിഡന്റ് E മുസ്തഫ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, KM ഷെരീഫ്, ദുബായ് KMCC ജില്ലാ സെക്രട്ടറി അനസ് ആമയൂർ, ബാസിദ് കൊപ്പം, സലീം മുതുതല, ഷാനവാസ് നാട്യമംഗലം, CA ഷാഹിദ്, TP ഉസ്മാൻ, മുസ്തഫ പൂക്കുപ്പടി, KA റഷീദ്, ഇസ്മയിൽ വെളിയൂർ, PM സൈഫുദ്ദീൻ, ഹംസ കൈപ്പുറം, അനസ് കൊടലൂർ, PT അവറാൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വ്യായാമത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഓപ്പൺ ജിം പരിശീലനത്തിനായി പുതിയ കേന്ദ്രം തയ്യാറാകുന്നു. ഇതിനായി മന്ത്രി MP രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ആവശ്യമായ തുക വകയിരുത്തിയിട്ടുള്ളത്. തൃത്താലയിൽ, ചാലിശ്ശേരി, തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, പട്ടിത്തറ പഞ്ചായത്തുകളിലാണ് ജിം സെന്ററുകൾക്ക് അനുമതിയായിട്ടുള്ളത്. പലയിടത്തും നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നു. ആദ്യ നിർമ്മാണം പൂർത്തിയാകുന്നത് ചാലിശ്ശേരി പഞ്ചായത്തിലാണ്. സ്ഥലം ലഭ്യമാക്കിയാൽ 8 പഞ്ചായത്തുകളിലും ഓപ്പൺ ജിം സ്ഥാപിക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാവുകയാണ്. ബാക്കിയുള്ള 4 പഞ്ചായത്തുകൾക്ക് ജിം സെന്റർ നിർമ്മാണത്തിന് ആവശ്യമായ തുക മാറ്റിവെച്ചിട്ടുണ്ടെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ചാലിശ്ശേരി 13-ാം വാർഡ് അങ്ങാടി ഹൈസ്കൂൾ റോഡിൽ GCC ക്ലബിന് സമീപമാണ് ഓപ്പൺ ജിമ്മിനായി പഞ്ചായത്ത് 6 സെന്റ് സ്ഥലം വിട്ടു നൽകിയത്. ഉയർച്ചയും താഴ്ചയുമുള്ള പ്രദേശം തട്ടിനിരപ്പാക്കി ജിമ്മിന് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. സൂക്ഷ്മമായി ഉപയോഗിച്ചാൽ ജനങ്ങൾക്ക് ഏറെക്കാലം കേടുകൂടാതെ ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് നിർമ്മാണ രീതിയെന്ന് കരാറുകാരും പറയുന്നു. ഇതോടെ 20 ലക്ഷം രൂപയിലധികം ചെലവഴിച്ച് ആധുനിക സംവിധാനങ്ങളോടെയുള്ള ഓപ്പൺ ജിം കേന്ദ്രമാണ് ചാലിശ്ശേരിക്കാർക്ക് സ്വന്തമാവുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് പ്രഭാത സവാരിക്കു ശേഷം ഗ്രാമത്തിലെ എല്ലാവർക്കും സൗജന്യമായി വ്യായാമം ചെയ്യുവാൻ ഓപ്പൺ ജിം വഴി സാധ്യമാകും. നിറയെ പാറക്കല്ലുകളുണ്ടായിരുന്ന സ്ഥലത്ത് ഇഷ്ടികകൾ പാകി പണികളെല്ലാം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇനി വ്യായാമത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ കൂടി ഘടിപ്പിക്കുന്നതോടെ പദ്ധതി യാഥാർത്ഥ്യമാകും. ഈ മാസാവസാനത്തോടെ മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ഇതോടെ നടക്കും. CCTV ന്യൂസ്, തൃത്താല. വല്ലപ്പുഴ പഞ്ചായത്തിൽ മാലിന്യ നീക്കം പ്രതിസന്ധിയിൽ. വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വില്ലേജ് ഓഫീസ് പരിസരത്താണ് കുന്നുകൂടി കിടക്കുന്നത്. ഇത് പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുമെന്നാണ് ആക്ഷേപം. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വല്ലപ്പുഴ വില്ലേജ് ഓഫീസിന് സമീപത്ത് കുന്നുകൂടി കിടക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് മാസങ്ങളോളമായി ഇവിടെ കിടക്കുന്നത്. വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ അകത്തും പുറത്തുമായെല്ലാമാണ് ഈ വിധം മാലിന്യച്ചാക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. സമീപത്ത് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. മഴക്കാലമായതോടെ മാലിന്യമെല്ലാം മഴ കൊണ്ട് ചീഞ്ഞളിയുന്ന സാഹചര്യവുമുണ്ട്. ഇതെല്ലാം സമീപവാസികൾക്കാണ് ദുരിതം സൃഷ്ടിക്കുന്നത്. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കുട്ടികളും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും മാലിന്യമുള്ള ദുർഗന്ധവും വമിക്കുന്നതായും പരാതിയുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഒറ്റപ്പാലം ബ്ലോക്ക് BDO എന്നിവർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ്
പ്രദേശവാസികളുടെ ആക്ഷേപം. മഴ തുടങ്ങിയതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ കൂടിയാണ് ഈ വിധം ഇവിടെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. ബന്ധപ്പെട്ട ഏജൻസികൾ മാലിന്യം കൊണ്ടുപോകുവാൻ എത്താത്തതാണ് ഈ വിധത്തിൽ മാലിന്യം കൂടിക്കിടക്കാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. 1 വർഷത്തോളമായി പഴക്കമുള്ള മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനാവശ്യമായ പകരം സംവിധാനം ഉടൻ കണ്ടെത്തുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇത് എപ്പോൾ നീക്കം ചെയ്യുമെന്നതിനെ കുറിച്ച് വ്യക്തമായ മറുപടിയുമില്ല. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ മാത്രമായിരിക്കും ഇനി അധികൃതർ കണ്ണു തുറക്കുക. ചാലിശ്ശേരി കിഴക്കേ പട്ടിശ്ശേരി AM മുഹമ്മദ് സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മികവ് 2024 എന്ന പേരിൽ SSLC +2 വിജയികളെ അനുമോദിക്കലും വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു. പട്ടിശ്ശേരി GJB സ്കൂളിൽ നടന്ന ചടങ്ങ് തൃത്താല മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ഗോപിനാഥ് പാലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K. ബാബു നാസർ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PV ഉമ്മർ മൗലവി, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, മാനേജിംഗ് ട്രസ്റ്റി AM ഷെഫീഖ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ട്രസ്റ്റ് അംഗവുമായ മുഹമ്മദ് പാറയിൽ, ട്രസ്റ്റ് രക്ഷാധികാരി PC ഗംഗാധരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സേതു മംഗലത്ത്, ട്രസ്റ്റ് അംഗങ്ങളായ PK കുഞ്ഞുമോൻ, T. മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VR പ്രകാശൻ, CDS അംഗം പ്രിയ സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ട്രസ്റ്റ് കൺവീനർ AM യൂസഫ് സ്വാഗതവും വാർഡ് മെമ്പർ റംല വീരാൻകുട്ടി നന്ദിയും പറഞ്ഞു. ട്രസ്റ്റ് 4ാമത് വർഷമാണ് അനുമോദന ചടങ്ങ് നടത്തുന്നത്. പെരുമ്പിലാവ് ശ്രീ പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 5:30 നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, മലർനിവേദ്യം, ഉഷപൂജ, പഞ്ചഗവ്യം എന്നീ വഴിപാടുകളും തുടർന്ന് കലശത്തോടുകൂടി ഉച്ചപൂജയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ആലിക്കര മണികണ്ഠനും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളം അരങ്ങേറി. ഉച്ചയ്ക്ക് ജാതിമത ഭേദമന്യേ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത അന്നദാനവും നടന്നു. വൈകിട്ട് 6:30 ദീപാരാധന, ചുറ്റുവിളക്ക്, തുടർന്ന് തായമ്പകയും അരങ്ങേറി. പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി TV വിനോദ്, ഖജാൻജി വിശ്വനാഥൻ ഐനിക്കൽ, കോമരം വിനോദ്, ക്ഷേത്രം ഊരാളൻ ധർമ്മരാജൻ എന്നിവരും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി 12ാം വാർഡ് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 വിജയികളെയും മഞ്ഞുമൽ ബോയ്സ് കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയെയും ഹരിതകർമ്മസേന പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവരെയും ആദരിച്ചു. ചാലിശ്ശേരി ഹൈസ്കൂളിന് സമീപമുള്ള സയൻ ഹാളിൽ നടന്ന ചടങ്ങ് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ നിഷ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. തൃത്താല നിയോജക മണ്ഡലം UDF കൺവീനർ SMK തങ്ങൾ മൊമന്റോ വിതരണം നടത്തി. തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ഉമ്മർ മൗലവി, മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AM ഷെഫീഖ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് KM ചന്ദ്രശേഖരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗം വിജേഷ് കുട്ടൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, സലീം ചാലിശ്ശേരി, റഷീദ് പണിക്ക് വീട്ടിൽ, സലീം തുറക്കൽ, PV അജിത് കുമാർ, ജസാർ തെക്കേക്കര എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പട്ടാമ്പിയിൽ നടന്ന സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിൽ ഇടുക്കി ജില്ല ജേതാക്കളായി. എറണാകുളം 2ാം സ്ഥാനവും പാലക്കാട് 3ാം സ്ഥാനവും നേടി.
സംസ്ഥാന പഞ്ചഗുസ്തി മത്സരം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് നടത്തിയത്. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ഷാജി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യാന്തര മെഡൽ ജേതാവ് ജോബി മാത്യു അധ്യക്ഷനായിരുന്നു. സഹീർ മുഹമ്മദ്, സംഗീത് സാഗർ, ഷെരീഫ് തട്ടതാഴത്ത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മത്സരത്തിൽ ഇടുക്കി ജില്ല ചാമ്പ്യന്മാരായി. എറണാകുളം ജില്ല 2ാം സ്ഥാനവും പാലക്കാട് ജില്ല 3ാം സ്ഥാനവും നേടി. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരിലെ അഫ്നാൻ ബിൻ അബ്ദുൽ അസീസും 1ാം സ്ഥാനം നേടി. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മുഹമ്മദ് റഹീബ് ജേതാക്കൾ. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മുഹമ്മദ് മോഹസിൻ MLA സമ്മാനിച്ചു. ചെറുതായിട്ടെങ്കിലും വളരെ പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും ആം റെസ്ലിംഗ് ചെയ്യാത്ത ആരുമില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്, പക്ഷെ പ്രൊഫഷണലായിട്ട് നമ്മൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു സംവിധാനം വന്ന് നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന വളരെ ചിന്തയോടുകൂടി മത്സരം ചാമ്പ്യൻഷിപ്പ് വെച്ചുകൊണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ട് ആളുകളെ വളർത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ത്യൻ ആം റെസ്ലിംഗ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ചെറുപ്പക്കാരെ മേഖലയിലേക്ക് വരുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിരവധി മെഡലുകൾ നേടിക്കൊണ്ട് നമ്മുടെ നാടിന് അഭിമാനമായിട്ടുള്ള ജോബി മാത്യു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇൻസ്പിറേഷനാണ്. ഈ മേഖലയിൽ ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തിന് മറ്റുള്ള എന്തെങ്കിലും നമ്മുടെ കാഴ്ചക്ക് വല്ല കുറവുകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു മെഡൽ പോലും വാങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ 10-12 മെഡലുകൾ ഇന്റർനാഷണൽ ലെവലിലും പിന്നെ അല്ലാതെ നിരവധി മെഡലുകളും നേടിയിട്ടുള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വലിയൊരു ഇൻസ്പിറേഷനാണ് നമുക്ക് നൽകുന്നത്. CPIM ഞാങ്ങാട്ടിരി സെന്റർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ SSLC+2 വിജയികൾക്കായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. CPIM തൃത്താല ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. തൃത്താല എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ VP മഹേഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. C സേതുമാധവൻ അധ്യക്ഷനായ ചടങ്ങിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് P ജയകുമാർ, 8ാം വാർഡ് മെമ്പർ K പ്രീത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി CV സുധീർ കുമാർ സ്വാഗതവും T മുഹമ്മദ് ഫാറൂഖ് നന്ദിയും പറഞ്ഞു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.